അബീഗ ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസിയാണേ. ഒരു വ്യക്തിയിൽ ആരോഗ്യം നിലനിൽക്കണമെങ്കിൽ ആ വ്യക്തിക്ക് നല്ല ഉറക്കം അനിവാര്യമാണ്. ഉറക്കക്കുറവ് പതിവാകുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുന്നു. ശരീരത്തിൽ വീക്കമുണ്ടാകാനും സ്ട്രെസ് വർദ്ധിക്കാനും മാനസികാരോഗ്യം അവതാളത്തിലാകാനും ചർമ്മ പ്രശ്നങ്ങൾ വർദ്ധിക്കാനും ഹൃദ്രോഗ സാധ്യത വർദ്ധിക്കാൻ വരെ ഉറക്കക്കുറവ് കാരണമാകുന്നുണ്ട്. നല്ല ഉറക്കത്തിന് ഓരോ വ്യക്തിയും പാലിക്കേണ്ട ഒരു നിയമമുണ്ട്. ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഈ നിയമമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എന്തൊക്കെയാണ് അതിന്റെ ഗുണങ്ങൾ എന്ന് കൂടി നോക്കാം. രാത്രിയിൽ ഉറക്കം കിട്ടാതെ വിഷമിക്കുന്നവരാണെങ്കിൽ ആ പ്രശ്നം മറികടക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. വളരെ ബുദ്ധിമുട്ടേറിയ കാര്യങ്ങളൊന്നുമല്ല അതിനായി ചെയ്യേണ്ടത്. സിമ്പിളായ ഒരു ഉറക്കചക്രം പിന്തുടർന്നാൽ മതിയാകും. ഇതിനെ 10-3-2-1-0 റൂൾ എന്ന് വിളിക്കാം. ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് സുഖനിദ്രയുടെ പ്രാധാന്യം ആദ്യം മനസ്സിലാക്കണം. നമ്മുടെ ഉറക്ക ഉണർവ് ചക്രം നിയന്ത്രിക്കുന്ന ബയോളജിക്കൽ ക്ലോക്ക് ഉറക്കമില്ലായ്മയ്ക്ക് കാരണമാകുന്ന മോശം ജീവിതശൈലി തിരഞ്ഞെടുപ്പുകൾ കാരണം തകരാറിലാകുന്നു. നമ്മുടെ ശരീരത്തിലെ നാഡി ഉപാപചയ ജീവശാസ്ത്രപരമായ എല്ലാ പ്രവർത്തനങ്ങൾക്കും അത്യന്താപേക്ഷിതമായ ഒന്നാണ് ഉറക്കം. നല്ല ഉറക്കം ലഭിക്കാത്തത് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, ന്യൂറോവാസ്കുലർ രോഗങ്ങൾ, ഓട്ടോ ഇമ്മ്യൂണിൻ അവസ്ഥകൾ, മാനസിക വൈകല്യങ്ങൾ തുടങ്ങി നിരവധി ജീവിതശൈലി വൈകല്യങ്ങൾക്ക് കാരണമാകുന്നു. രാത്രിയിൽ കുറഞ്ഞത് 7 മുതൽ 8 മണിക്കൂർ ഉറങ്ങേണ്ടത് നിർബന്ധമാണ്. പക്ഷെ അത് എല്ലാവർക്കും കിട്ടാറുമില്ല. രാത്രി നല്ല ഉറക്കത്തിനായി നിങ്ങൾ ചെയ്യേണ്ട 5 കാര്യങ്ങൾ ഇത്ര മാത്രമാണ്. എന്താണ് 10-3-2-1-0 നിയമം? കിടക്കുന്നതിന് 10 മണിക്കൂർ മുമ്പ് കഫീന്റെ ഉപയോഗം പരിമിതപ്പെടുത്തുക. കിടക്കുന്നതിന് 3 മണിക്കൂർ മുമ്പ് വയറിന് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ പരിമിതപ്പെടുത്തുക. കിടക്കുന്നതിന് 2 മണിക്കൂർ മുമ്പ് ഹോംവർക്കുകൾ പരിമിതപ്പെടുത്തുക. ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് സ്ക്രീൻ സമയം പരിമിതപ്പെടുത്തുക. 0 സമയം, നിങ്ങൾ സ്നൂസ് ബട്ടൺ അമർത്തേണ്ടുന്ന സമയം. 10-3-2-1-0 ഉറക്ക നിയമം എല്ലാവർക്കും സ്വീകരിക്കാവുന്ന ഒരു ലളിതമായ സമീപനമാണെന്ന് ധർമ്മശില നാരായണ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ നവനീത് സൂദ് പറയുന്നു. ഈ നിയമം കൃത്യസമയത്ത് ഉറങ്ങാനും നന്നായി വിശ്രമിക്കാനും പിറ്റേ ദിവസം രാവിലെ ഊർജ്ജസ്വലതയോടെ എഴുന്നേൽക്കാനും സഹായിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. കെഫീന്റെ ഉത്തേജക പ്രഭാഗം ഏകദേശം 10 മണിക്കൂർ വരെ രക്തപ്രഭാഗത്തിൽ തുടരുന്നു. അതുപോലെ ഉറങ്ങുന്നതിന് 3 മണിക്കൂർ മുമ്പ് കനത്ത ഭക്ഷണം കഴിക്കുകയോ മദ്യം കഴിക്കുകയോ ചെയ്യുന്നത് ഉറക്കചക്രത്തെ തടസ്സപ്പെടുത്തുകയും ഉറക്കത്തിന്റെ ഗുണനിലവാരം പരിമിതപ്പെടുത്തുകയും ചെയ്യും. ഒരു ദിവസത്തെ മുഴുവൻ ജോലികൾക്ക് ശേഷം തലച്ചോറിന് വിശ്രമം നൽകണമെന്ന് ഡോക്ടർ ഷെട്ടി പറഞ്ഞു. ഒരു ദിവസം നീണ്ട ജോലി സമ്മർദ്ദവും രാത്രിയിൽ മനസ്സിന് ഉത്കണ്ഠയും ചിന്തകളും നിറയ്ക്കും. അതിനാൽ ഉറങ്ങാൻ പോകുന്നതിന് 2 മണിക്കൂർ മുമ്പെങ്കിലും ജോലി നിർത്തുക. ശരിയായ വിശ്രമം ലഭിച്ചാൽ മാത്രമേ അടുത്ത ദിവസം കൂടുതൽ ഫലപ്രദമായി പ്രവർത്തിക്കാനാകുമെന്നും മനസ്സിനെ ശാന്തമാക്കാൻ കുടുംബമായോ സുഹൃത്തുക്കളുമായോ അടുത്തുള്ളവരുമായോ കൂടുതൽ സമയം ചെലവഴിക്കാൻ ശ്രമിക്കണം. ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളുടെ ഉപയോഗം കുറയ്ക്കുന്നത് നീല വെളിച്ചം ശരീരത്തിന്റെ സ്വാഭാവിക ഉറക്കചക്രത്തെ തടസ്സപ്പെടുത്തുന്നതിൽ നിന്നും രക്ഷപ്പെടുത്തുമെന്ന് ഡോക്ടർ സൂദ് അഭിപ്രായപ്പെട്ടു. 10-3-2-1-0 എന്ന റൂള് എന്താണെന്ന് നമുക്ക് നോക്കാം. ഏതൊരു വ്യക്തിക്കും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് പാലിച്ചിരിക്കേണ്ട ചില രീതികളാണ് 10-3-2-1-0 എന്ന സംഖ്യകൾ കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇതിലെ ഓരോ സംഖ്യകളും ഓരോ മണിക്കൂറുകളെയാണ് സൂചിപ്പിക്കുന്നത്. ഉറങ്ങുന്നതിന് ഓരോ മണിക്കൂർ മുമ്പും നിങ്ങൾ പാലിച്ചിരിക്കേണ്ട ചില കാര്യങ്ങളെ ലളിതമായി സൂചിപ്പിക്കുന്നതാണ് ഈ സംഖ്യകൾ. 10-3-2-1-0 നിയമത്തിൽ 10 സൂചിപ്പിക്കുന്നത് ഉറങ്ങാൻ കിടക്കുന്നതിന് 10 മണിക്കൂർ മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങളെ കുറിച്ചാണ്. ഉറങ്ങാൻ കിടക്കുന്നതിന് 10 മണിക്കൂർ മുമ്പ് കെഫീൻ അടങ്ങിയ ആഹാരങ്ങൾ ഒഴിവാക്കണമെന്നാണ് പറയുന്നത്. കെഫീൻ അടങ്ങിയ ചോക്ലേറ്റ്, ചായ, കാപ്പി എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുക. കാരണം കെഫീൻ അടങ്ങിയ ആഹാരം കഴിച്ചു കഴിഞ്ഞ് ഏകദേശം 30 അല്ലെങ്കിൽ 60 മിനിറ്റിന് ശേഷമാണ് ഇവ രക്തത്തിലേക്ക് എത്തുന്നത്. കൂടാതെ 3 മണിക്കൂർ മുതൽ 5 മണിക്കൂർ വരെ ഇതിന്റെ പ്രവർത്തനം നമ്മുടെ ശരീരത്തിൽ പ്രകടമാകും. ഇത് നമ്മുടെ ഉറക്കത്തെ തടസ്സപ്പെടുത്തുകയും അമിതമായിട്ടുള്ള ഉത്കണ്ഠ പോലുള്ള മാനസിക പ്രശ്നങ്ങളിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യും. അതിനാൽ ഉറങ്ങുന്നതിന് 10 മണിക്കൂർ മുമ്പ് കെഫീൻ അടങ്ങിയ ആഹാരങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. 3. ഉറങ്ങുന്നതിന് 3 മണിക്കൂർ മുമ്പ് ആഹാരം കഴിക്കണമെന്നാണ് പറയുന്നത്. എന്നാൽ മാത്രമാണ് ദഹനം കൃത്യമായി നടക്കുക. ശരീരത്തിന് വേണ്ട പോഷകങ്ങൾ ലഭിക്കാനും ഈ ശീലം സഹായിക്കുന്നതാണ്. കൂടാതെ നല്ല ഉറക്കത്തിനും സഹായിക്കുന്നു. ഉറങ്ങുന്നതിന് തൊട്ടു മുമ്പ് ആഹാരം കഴിക്കുന്നത് ദഹന പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കാൻ കാരണമാകുകയും ഇത് ഉറക്ക തടസ്സം ഉണ്ടാക്കുന്നതിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. 2. ഉറങ്ങുന്നതിന് 2 മണിക്കൂർ മുമ്പെങ്കിലും എല്ലാ ജോലികളും അവസാനിപ്പിക്കണമെന്നാണ് പറയുന്നത്. ചിലർ കിടക്കുന്നതിന് തൊട്ടു മുമ്പ് വരെ ഓഫീസ് ജോലി ചെയ്യുന്നത് കാണാം. ഇത് തലച്ചോറിന് വിശ്രമം നൽകുന്നില്ല. കൂടാതെ ബ്ലൂ സ്ക്രീൻ ലൈറ്റ് കണ്ണിന് ദീർഘനേരം തട്ടുന്നതും നന്നല്ല.
ആയതിനാൽ ഉറങ്ങുന്നതിന് 2 മണിക്കൂർ മുമ്പ് ജോലികൾ അവസാനിപ്പിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. 1. എല്ലാവരും ഫോൺ നോക്കി കിടക്കുന്നവരായിരിക്കും. എന്നാൽ രാത്രി കിടക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് സ്ക്രീൻ ടൈം നിർത്തണമെന്നാണ് പറയുന്നത്. കണ്ണുകളിലേക്ക് അമിതമായി ബ്ലൂ ലൈറ്റ് അടിക്കുന്നത് ഉറക്കത്തെ തടസ്സപ്പെടുത്തും. അമിതമായിട്ടുള്ള ഉത്കണ്ഠ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതിനും ഇത് കാരണമാകുന്നുണ്ട്. 0. ഇന്നത്തെ കാലത്ത് പലരും അലാറം വെച്ചിട്ടാണ് കിടക്കുക. അതിൽ തന്നെ സ്നൂസ് ബട്ടൺ ഓൺ ആക്കി വെക്കുന്നവരും കുറവല്ല. സത്യത്തിൽ ഇത് നിങ്ങളുടെ ഉറക്കത്തെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ഇടയ്ക്ക് എഴുന്നേറ്റ് അലാറം ഓഫ് ചെയ്യണം. അതിനാൽ നിങ്ങളുടെ അടുത്തു നിന്നും അലാറം നീക്കി വെച്ച് ഉറങ്ങാൻ ശ്രമിക്കുക. ശബ്ദങ്ങളൊന്നും കേൾക്കാത്ത വിധത്തിൽ, ഉറക്കത്തെ ശല്യം ചെയ്യാത്ത വിധത്തിൽ കിടക്കാൻ ശ്രദ്ധിക്കുക. ഈ വീഡിയോ പൊതുജനങ്ങൾക്കായി ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. താങ്ക് യു.